പ്രാർത്ഥിച്ച കാര്യങ്ങൾ നടന്നതല്ല, എൻ്റെ കയ്യിൽ നിന്നൊരു ഫോൾട്ട് പറ്റി, പൈസ പോയി മിസ്സായി. അപ്പോൾ ആ സമയത്ത് ഞാൻ കുറേ ഗുരുവായൂരപ്പനെ പ്രാർത്ഥിച്ചില്ലാത്ത സമയത്ത് ഇങ്ങനെ പൈസ മിസ്സായപ്പോൾ ഭയങ്കര വിഷമമൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഇനി വരില്ല ഗുരുവായൂരപ്പനെ കാണാൻ, എനിക്ക് ആ പൈസ കിട്ടാൻ ഞാൻ വരത്തില്ലെന്നൊക്കെ പറഞ്ഞു. വൈശാഖ മാസം കൂടി ഒരാളെ പരിചയപ്പെട്ടിട്ട് അവര് വഴി ഒത്തിരി സമയം നിന്ന് അത് വലിയ ഭാഗ്യമാണ്. അത് ഈ സമയത്ത് മഴ എന്നല്ലോ. അതെ, നമ്മുടെ ചെറിയ പ്രായത്തിൽ ഒരുപാട് ആഗ്രഹം ഉണ്ടാവല്ലോ, അതൊക്കെ ഞങ്ങൾ ഇനി സാധിച്ചെടുക്കാനുള്ള സ്റ്റാർട്ടിങ് അതോടുകൂടി അങ്ങ് സ്റ്റാർട്ട്. ഭഗവാൻ ഏത് രൂപത്തിൽ കണ്ടാലും ഇഷ്ടമാണ്, എല്ലാ രൂപവും. എൻ്റെ ഒരു അനുഭവം നല്ലതാണ്. ഞങ്ങള് കോഴിക്കോട് നിന്നാണ്. ഞങ്ങൾക്ക് ഭഗവാന് മുന്നിൽ നിന്ന് കുറേ സമയം കാണാൻ സാധിച്ചു. വൈശാഖ മാസം കൂടി ഒരാളെ പരിചയപ്പെട്ടിട്ട് അവര് വഴി ഒത്തിരി സമയം നിന്ന്. അത് വലിയ ഭാഗ്യമാണ്. അത് ഈ സമയത്ത് മഴ എന്നല്ലോ. അതെ, നല്ല അന്തരീക്ഷവും നല്ലതാണ്. അപ്പൊ ഹാപ്പി ആയിട്ടാണ് പോണത്. എങ്ങനെയാ ഭഗവാനെ ഏത് രൂപത്തിൽ കാണാനാണ് ഇഷ്ടം? ഭഗവാൻ ഏത് രൂപത്തിൽ കണ്ടാലും ഇഷ്ടമാണ്, എല്ലാ രൂപവും. എന്തെങ്കിലും ഒരു അനുഭവം ഭഗവാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ എന്തെങ്കിലും നടത്തി തന്നതായിട്ടോ എന്തെങ്കിലും എടുത്ത് പറയാം? ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടന്നതും ഉണ്ട്, നടക്കാത്തതും ഉണ്ട്. അതൊക്കെ ഭഗവാന്റെ കളികളല്ലേ. അതെ അതെ, അങ്ങനെ വിശ്വസിക്കുന്നു. എപ്പോഴും കൂടെ ഉണ്ട്. അതെ, എപ്പോഴും കൂടെ ഉണ്ട്. വന്ന് തൊഴാറുണ്ട് പറ്റുമ്പോഴൊക്കെ. എല്ലാ വർഷവും അല്ല, വർഷത്തിലൊരു 3-4 ഇഷ്ടം ഞാനൊരു ദൈവമാണ് ഭഗവാൻ. എപ്പോഴും നമ്മൾക്കൊരു ഫ്രണ്ട്ലി ആയിട്ട് പറയാനൊക്കെ പറ്റുന്ന ഒരു ഇതാണ്. ഞാനിപ്പോ ഈ വർഷം ഒരു 5ാമത്തെ പ്രാവശ്യമാണ് ഞാൻ വരുന്നത്. ഈ മാസം തന്നെ ഇത് 2ാമത്തെ പ്രാവശ്യം. അത് വലിയ കാര്യമാണ്. വൈശാഖത്തിൽ വരികയെന്ന് വെച്ചാല് അതും വെക്കേഷനാണ്, നല്ല തിരക്കുണ്ട്, എന്നിട്ടും സുഖമായി കാണുക. ഞങ്ങള് ഇന്നലെയാണ് ഞങ്ങൾ തീരുമാനിച്ച് അതോടുകൂടി ഞങ്ങൾ ഒരേ സ്കൂളിൽ വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സാണ്. അതെ അല്ലേ. അപ്പോൾ എല്ലാവർക്കും എന്തായാലും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. നമ്മുടെ എന്തായാലും ചാനലുണ്ടാവും, എങ്കിലെൻ്റെ കൃഷ്ണ എന്നാണ്. ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഗുരുവായൂരപ്പൻ്റെ നടയിൽ നിന്നിട്ട് ഒരു ഡാൻസ് കളിക്കാനുള്ളത്. അത് ഗ്രൂപ്പായിട്ട് ഞങ്ങൾ ഡാൻസ് പഠിക്കുന്നവരാണ്. അപ്പോൾ ഞങ്ങൾ ഗ്യാങ് ആയിട്ട് വന്ന് ഒരു ഡാൻസ് കളിക്കുക എന്നുള്ളത് ഞങ്ങൾ വലിയ ആഗ്രഹമായിരുന്നു. അതെന്തായാലും സാധിക്കും. എവിടുന്നായിരുന്നു? പെരിങ്ങാവ്. അപ്പോൾ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു. ഒരു 4-5 മാസത്തെ പ്രയത്നമായിരുന്നു ഇന്നിവിടെ കഴിഞ്ഞു. നല്ല രീതിയിൽ കഴിഞ്ഞു. ഭഗവാന്റെ അനുഗ്രഹത്തോട് കൂടി എല്ലാം നല്ല രീതിയിൽ കഴിഞ്ഞു. ഇപ്പൊ എന്താ മനസ്സിൽ തോന്നുന്നില്ല? ഭയങ്കര സന്തോഷം. മതിമറന്ന് സന്തോഷം. നന്നായിട്ട് നൃത്തം വെച്ചു ഭഗവാന്റെ മുന്നിൽ. അപ്പോൾ ഭഗവാൻ കൂടെ ഉണ്ട്, എന്നും കൂടെ ഉണ്ട്. നമ്മുടെ ചെറിയ പ്രായത്തിൽ ഒരുപാട് ആഗ്രഹം ഉണ്ടാവല്ലോ, അതൊക്കെ ഞങ്ങൾ ഇനി സാധിച്ചെടുക്കാനുള്ള സ്റ്റാർട്ടിങ് അതോടുകൂടി അങ്ങ് സ്റ്റാർട്ട് ചെയ്യും. ആ വചനം പോലെ തന്നെ ആവട്ടെ, എല്ലാം മംഗളാവട്ടെ. നടക്കാത്ത ആഗ്രഹങ്ങളൊക്കെ ഇനി മുതൽ എല്ലാം നടത്തണം, സ്ട്രോങ് ആയിട്ടിരിക്കണം. ഭഗവാൻ കൂടെ ഉണ്ട്. ഹരേ കൃഷ്ണ. ഇവിടെ വന്ന് തൊഴാറുണ്ടോ? ഭഗവാന്റെ അനുഭവം ഉറപ്പായിട്ടുണ്ട്, അതുകൊണ്ടാണല്ലോ വന്നത് നമ്മള്. എക്സാമിന്റെ കാര്യമായാലും എന്റെ ജോബിന്റെ കാര്യങ്ങളായാലും അങ്ങനെയാണ് വന്നത്. വന്നു കഴിഞ്ഞപ്പോ നടന്നു, അതിന്റെ ഇതായിട്ട് വരുന്നതാണ്. സന്തോഷത്തിലാണ്. അതെ, ഭഗവാനെ ഭയങ്കര ഇഷ്ടമാണ്. അതെ, ഭഗവാന്റെ ഒരു ഭക്തനാണ്. അതെ, എങ്ങനെയാ ഉണ്ണിക്കണ്ണനായിട്ടാണോ ഗുരുവായൂരപ്പനായിട്ടോ? അനിയനായിട്ടാണ് കാണുന്നത്. അപ്പൊ ആ ഒരു പ്രസൻസ് എപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്. പ്രസൻസ് ഉറപ്പായിട്ടുണ്ട്, അതുകൊണ്ടാണ് വരുന്നത്. ഞങ്ങൾ 3 ദിവസത്തേക്ക് വന്നാണ്, തേർഡ് ഡേ ആണ്. തൊഴുതോ? 4 പ്രാവശ്യം തൊഴുതു. അതെ, വൈശാഖ മാസം കൂടിയാണ്. അപ്പൊ തൊഴുത് വലിയ കാര്യമാണ്, പുണ്യായിട്ട്. ഇതിലും പ്രാർത്ഥിച്ച കാര്യങ്ങൾ നടന്നതായിട്ടോ? പ്രാർത്ഥിച്ച കാര്യങ്ങൾ നടന്നതല്ല, എൻ്റെ കയ്യിൽ നിന്നൊരു ഫോൾട്ട് പറ്റി, പൈസ പോയി മിസ്സായി. അപ്പോൾ ആ സമയത്ത് ഞാൻ കുറേ ഗുരുവായൂരപ്പനെ പ്രാർത്ഥിച്ചില്ലാത്ത സമയത്ത് ഇങ്ങനെ പൈസ മിസ്സായപ്പോൾ ഭയങ്കര വിഷമമൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഇനി വരില്ല ഗുരുവായൂരപ്പനെ കാണാൻ, എനിക്ക് ആ പൈസ കിട്ടാൻ ഞാൻ വരത്തില്ലെന്നൊക്കെ പറഞ്ഞു. അന്നത്തെ ദിവസം ആ പൈസ കിട്ടിയില്ല. പിറ്റേ ദിവസം ഞാൻ എൻ്റെ ബുക്ക് തുറക്കുമ്പോൾ ബുക്കിൽ നിന്ന് 500 ഇങ്ങനെ വീണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഫീലായിപ്പോയി. പക്ഷേ ആ സാധനം ഞാനും കൂടെ മാനേജർ കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് അവിടെ പൈസ പോകണമെന്നൊന്നും കണ്ടില്ല. പക്ഷെ കുറേ ഭഗവാനെ പ്രാർത്ഥിച്ച് പിറ്റേ ദിവസം ആ ബുക്കിൽ നിന്ന് ഇങ്ങനെ വീണണ്ടപ്പോൾ ഒരു ഫീൽ വന്നു. വേറെ എന്തെങ്കിലും എങ്ങനെ കണ്ണനെ എങ്ങനെ കാണാനാ ഇഷ്ടം? കുഞ്ഞ് കണ്ണനായിട്ടാണോ ഗുരുവായൂരപ്പനായിട്ടാണോ? എങ്ങനെയാ മനസ്സിൽ കൂടുതൽ കാണാറ്? കള്ളകൃഷ്ണനായിട്ട് കാണാൻ തന്നെയാണ് ഇഷ്ടം. കണ്ണനോട് ഇത്തിരി ഇഷ്ടം തോന്നാൻ കാരണം എല്ലാ കള്ളത്തരത്തിനും കൂടെ നിൽക്കാറുണ്ട് ആയിരിക്കും. അപ്പോൾ എല്ലാ കാര്യങ്ങളും നടത്തി തരട്ടെ ഭഗവാൻ. താങ്ക് യു. ഭക്തിയോടുകൂടെ പ്രാർത്ഥിച്ച്
കണ്ണനെ എല്ലാം പറയുന്നതൊക്കെ സാധിപ്പിച്ചു തരുന്നുണ്ട്. എന്തെങ്കിലും ഒരു അനുഭവം ഭഗവാന്റെ അടുത്തുനിന്ന്? ഇപ്പം തന്നെ ഈ പോകാൻ തന്നെ കാരണം കണ്ണനാണ്. ആ കണ്ണനെ വിചാരിച്ച് പോകാൻ കുറേ ഇങ്ങനെ തടസ്സം വരുന്നു. സാധിച്ചു, അതന്നെ വലിയ സാധിച്ചു. എവിടുന്നാ വരണേ? കോഴിക്കോട്. കോഴിക്കോട്. ആ അറിയില്ലേ, ഇപ്പൊ നമ്മൾ നാളെ പോകണമെന്ന് പറഞ്ഞിട്ട് വിചാരിച്ചാൽ വരാൻ പറ്റില്ല. ഭഗവാൻ വിചാരിക്കണം. അങ്ങനെ വന്നാലും മതി. ഇപ്പൊ ഇന്നലെ ഞങ്ങള് പറശ്ശിനി കടവിൽ പോകാൻ വിചാരിച്ചത്. ഞങ്ങൾ കാസർഗോഡാണ്. പറശ്ശിനി കടവിലാണ് പോകാൻ വിചാരിച്ചത്. പെട്ടെന്ന് തീരുമാനം മാറ്റി ഗുരുവായൂർക്ക് പോകാൻ നേരെ ഇങ്ങോട്ട് പോകുന്ന വഴിക്ക് പറശ്ശിനി പോകാന്നുള്ള രീതിയിലേക്ക് മാറ്റി. അപ്പൊ ഗുരുവായൂരപ്പനും കൂടി കണ്ടിട്ട് പോവാന്ന്. പക്ഷെ കണ്ടു സുഖമായി കണ്ടു. അതും വൈശാഖ മാസമാണ്, നല്ല തിരക്കുള്ള സമയം. ഭയങ്കര തിരക്ക്. വിചാരിച്ചില്ല അങ്ങനെ കാണാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല. പക്ഷെ എങ്ങനെയാ ഭഗവാനെ തൊഴുതിറങ്ങിയപ്പോഴുള്ള ഒരു അനുഭവം? പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. സന്തോഷം, സമാധാനമാണ്. എന്തെങ്കിലും കാര്യങ്ങൾ മുമ്പ് ആഗ്രഹിച്ചത് നടത്തി തന്നു ഭഗവാൻ? ഇല്ല, പക്ഷെ എപ്പോഴും കൂടെ ഉണ്ട് തോന്നുന്നു. ഉണ്ട്, വിളിച്ചാ വിളി പുറത്താണ്. അതന്നെ വലിയ കാര്യം. ശരി. ഗുരുവായൂരപ്പനുമായി ബന്ധപ്പെട്ട അനുഭവങ്ങളും കഥകളും എത്ര പറഞ്ഞാലും തീരില്ല. അത്രത്തോളം ഉണ്ട് ഭഗവാന്റെ മഹത്വങ്ങൾ. എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ ഈ അനുഭവ കഥകൾ? എല്ലാ ഭക്തർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. കൂടുതലായും ഗുരുവായൂരപ്പനിലേക്ക്, നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട കണ്ണനിലേക്ക് നിങ്ങൾ കുറച്ചുകൂടി അടുത്ത് വന്ന് ഞങ്ങൾ കരുതുകയാണ്. ഭക്തജനങ്ങളുടെ, ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തരുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ അതെന്തു തന്നെയായാലും താഴെ കമൻറ്റിൽ എഴുതുവാൻ മറക്കണ്ടാട്ടോ. ഒരു കാരണവശാലും മടിക്കരുത്. ഇനിയിപ്പോൾ ഒന്നും എഴുതാനില്ല എങ്കിൽ പോലും ഭഗവാന്റെ നാമങ്ങൾ എഴുതിക്കൊള്ളുക. നിങ്ങൾക്കും ഇതേപോലെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ, കൃഷ്ണാനുഭവങ്ങളോ ആരാധിക്കുന്ന മൂർത്തികളുമായിട്ട് ബന്ധപ്പെട്ട അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ട് എങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും നമ്മുടെ ഒഫീഷ്യൽ നമ്പറില്ലേ, അതിലേക്ക് ഒരു മെസ്സേജ് അയച്ചാൽ മതി. അനുഭവങ്ങൾ ഞങ്ങൾ തീർച്ചയായും വായിക്കുന്നതാണ്. നമ്മുടെ ചാനലിലും അല്ലെങ്കിൽ വാട്സപ്പ് കൂട്ടായ്മയിലും ഒക്കെ ഇടുന്നതായിരിക്കും. അതെല്ലാം കേൾക്കുമ്പോൾ മറ്റുള്ള ഭക്തജനങ്ങൾക്കും ഒരു അനുഭൂതിയാണല്ലോ, അല്ലെങ്കിൽ അവർക്കും കൂടുതലായും ഭഗവാനിലേക്ക് അടുക്കുവാനുള്ള അവസരമാണ് ഇതുവഴി ഭക്തരൊരുക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും മടിക്കേണ്ട. നിങ്ങളുടെ അനുഭവ കഥകൾ തീർച്ചയായും എഴുതി അറിയിച്ചു കൊള്ളുക. ശരി, അപ്പോൾ വേറെ ഒന്നുമില്ല. എത്രയും പെട്ടെന്ന് തന്നെ അടുത്ത ക്ഷേത്ര വീഡിയോകളും ഇതേപോലെയുള്ള കൃഷ്ണാനുഭവങ്ങളും വഴിപാട് കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം. ഭഗവാൻ ആ കള്ളക്കണ്ണൻ എല്ലാ ഭക്തരെയും 2 കൈയും നീട്ടി ഈ വേളയിൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. കാണാം, പകലാം. നന്ദി, നമസ്കാരം.